യാണ് ഡു നോട്ട് ഫിയർ ചേഞ്ച്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും പെട്ടെന്ന് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത്. സംഭവിക്കുന്ന ഒരു കാര്യത്തെ ഭയക്കാതിരിക്കുക. അതിനെ അതേപടി അത് സംഭവിക്കാനുള്ളതാണ് എന്നുള്ള രീതിയിൽ ആ ഒരു മാനസികാവസ്ഥയിൽ സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. ഇതിന് ചെറിയൊരു ഉദാഹരണം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ചില പ്രകൃതിയിൽ നമ്മൾ കാണുന്ന ചില ചെടികൾ, ആ ചെടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരിക്കും ഒരുപക്ഷെ അതിൽ പൂ വരുന്നത്. ഒരു കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ 10 ദിവസം മാത്രമേ ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് പെട്ടെന്നായിരിക്കും ആ പൂവെല്ലാം കൊഴിഞ്ഞ് ഇലയൊക്കെ കൊഴിഞ്ഞ് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. എന്നിട്ട് ഉടനെ തന്നെ വേറൊരു അവസ്ഥയിലേക്ക് അത് പോകും. ഇത് പ്രകൃതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പം അതേപോലെ തന്നെ ഒരു ഒരു ചെടിക്ക്, ഒരു മരത്തിന് അങ്ങനെ സംഭവിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. ആ മാറ്റങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ വിഷമിക്കാറാണുള്ളത്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയല്ലല്ലോ ഞാൻ മുമ്പ് ഇരുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് ആ ഒരു അവസ്ഥയിൽ നമ്മൾ സ്റ്റക്കായി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് അതല്ല. മാറ്റങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിരന്തരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഒരു പക്ഷേ ഈ ഒരു മാറ്റം സംഭവിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം. അത് പ്രകൃതിയുടെ ഒരുപക്ഷെ ഒരു നിയമമായിരിക്കാം. അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയോഗമായിരിക്കാം. എന്താണെങ്കിലും അതിനെ 2 കൈ നീട്ടി പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. അതല്ലാതെ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടി വന്നു എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ വിഷമിക്കുകയാണെങ്കിൽ ആ ഒരു പൂർവ്വകാലത്തിൽ തന്നെ നമ്മുടെ മനസ്സ് അവിടെ തങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, ദ പ്രസന്റ് മൊമെന്റ്, ആ ഒരു അവസ്ഥ നമുക്ക് ഒരു കാരണവശാലും ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പോൾ പൂർവ്വകാലത്തിൽ നിന്നും നമ്മൾ തിരിച്ച് വന്ന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ അതിൽ പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്ത് ഇനി മുന്നോട്ടുള്ള കാര്യം എന്താണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എന്ത് കാര്യവും നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്